ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ. ഇന്ന് ഞാൻ വന്നേക്കണതേ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ മുഖത്ത് ഇപ്പോൾ ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ പെട്ടെന്ന് മാറി കിട്ടാനും മുഖം നല്ല ഗ്ലോ ആയിട്ട് കിട്ടാനും നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ വെളിച്ചെണ്ണ ചേർത്തുള്ള ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് ഓയിൽ സ്കിന്നാർക്കും ഡ്രൈ സ്കിന്നാർക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഓയിൽ സ്കിന്നാർ തേക്കുമ്പോൾ കുറച്ച് ഓയിലൊന്ന് ഈ ഒരു പാക്കിലൊന്ന് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം നല്ലൊരു ഗ്ലോ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ പാക്കൊക്കെ ഇട്ടതിന് ശേഷം ഒരു സൺസ്ക്ലോഷനൊക്കെ തേച്ചതാണ് മുഖത്ത്. അതാണ് ഇത്രയും ബ്രൈറ്റ്നസ് കിട്ടിയേക്കുന്നത്. നല്ലൊരു പാക്കാണ്. ഇപ്പോൾ നമുക്ക് ചുളിവൊക്കെ ഉണ്ടെങ്കിൽ ആ ചുളിവൊക്കെ കുറയ്ക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് അരിപ്പൊടി വേണം കേട്ടോ. ഞാൻ മുഖത്തും കഴുത്തിനും തേക്കാനുള്ള ആവശ്യത്തിലുള്ള അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ അളവിൽ അരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലങ്ങ് ഇട്ട് കൊടുക്കാവേ. മതി. പിന്നെ വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാട്ടോ. ഇവിടെ ചെറുനാരങ്ങയുടെ നീരില്ലാത്തതുകൊണ്ട് ഞാനിത് തക്കാളി എടുക്കുന്നുണ്ട്. തക്കാളി നല്ലത് തന്നെയാണ്, ടാനൊക്കെ പെട്ടെന്ന് തന്നെ മാറിട്ടോ. അപ്പോൾ തക്കാളിയുടെ നീര് നമുക്ക് എടുക്കാം. ഒരു ചെറിയൊരു തക്കാളി ആട്ടോ എടുത്തേക്കണത്. നമുക്ക് അതും കൂടി ഒന്ന് തക്കാളിയുടെ നീരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിനങ്ങ് ഒഴിച്ചെടുക്കാവേ. കുറച്ചെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യാനായിട്ട് പാലാട്ടോ എടുക്കുന്നത്. പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇച്ചിരി പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ. നമ്മുടെ പാക്ക് ഇതാ തയ്യാറായിട്ടുണ്ട്. നല്ല മഞ്ഞ കളറുള്ള അടിപൊളി പാക്കാട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പേ നമ്മളിത് ഈ പാക്ക് ഇതുപോലെ തയ്യാറാക്കിയിട്ട് മുഖത്ത് തേക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഇത് മിക്സ് ചെയ്ത് ഉടനെ തന്നെ മുഖത്ത് തേക്കുന്നതിനേക്കാളും നല്ലത് ഒരു 5-10 മിനിറ്റ് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് മുഖത്ത് തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മുഖത്ത് തേക്കാവേ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇതാ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ചെടുക്കാവേ. ഇത്തിരി കട്ടിയിൽ തന്നെ തേച്ചെടുക്കുക കേട്ടോ. ഞാനിത് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഇത് മുഖത്ത് തേക്കുന്നത്. കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അമ്മയുടെ മുഖത്തും കൂടെ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് മുഖത്തങ്ങ് തേച്ച് പിടിക്കണം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഡ്രൈ ആവും. അന്നേരം നമുക്ക് കഴുകിക്കളയാം കേട്ടോ. നല്ല മാറ്റം ഉണ്ടാവും. ടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ. നിറം വയ്ക്കാനും അടിപൊളിയാണ്. പിന്നെ നമ്മളിതിൽ വെളിച്ചെണ്ണ ചേർത്തുകൊണ്ട് നമ്മുടെ സ്കിൻ അങ്ങനെ പെട്ടെന്നൊന്നും ഡ്രൈ ആവത്തില്ല. എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തോളൂ. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങളതനുസരിച്ച് വെളിച്ചെണ്ണ ചേർത്തോളൂ കേട്ടോ. കഴുത്തിൽ കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുഖത്ത് തേച്ച് തരാം കേട്ടോ. അപ്പോൾ എന്താ കഴുത്തിലും മുഖത്തിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം കേട്ടോ. കഴുകിക്കളയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ മസാജ് ചെയ്ത് അത് വേണം നമുക്കിത് കഴുകിക്കളയാൻ. പിന്നെ അത്യാവശ്യം ഡ്രൈ ആയിട്ട് ഇരിക്കുമല്ലോ, കുറച്ച് വെള്ളം നനച്ച് കൊടുത്തിട്ട് വേണം മസാജ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനെടുത്ത പാക്ക് ഉണ്ടല്ലോ, ഇനി ബാക്കിയുണ്ട്. ഒരു 1.5 സ്പൂൺ അളവിലെടുത്ത് എനിക്ക് ഇച്ചിരി കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ ഈ ഒരു പാക്കങ്ങ് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. കണ്ട മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ കുറച്ചേ ചേർത്തോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഡ്രൈ സ്കിന്നറാണെങ്കിൽ ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ചേർത്തോളൂ. നല്ല മാറ്റം ഉണ്ടാവും. നല്ല അടിപൊളി പാക്കാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസിൽ കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.